നമസ്കാരം. നമസ്കാരം. വേണ്ട വാർത്തകൾ വായിക്കുന്നത്. അപ്പൊ നമുക്കിന്ന് ഈ ആഴ്ചത്തെ സിനിമാ വിശേഷങ്ങൾ നമുക്ക് നോക്കാം. ശരി, ആദ്യം തന്നെ നമുക്ക് ഇപ്പത്തെ സെൻസേഷണലായ ടോക്സിക് റിയാക്ഷൻ വീഡിയോ. ടോക്സിക് എന്ന് പറഞ്ഞിട്ട് കാര്യം, ഗീതു മോഹൻദാസിന്റെ ടോക്സിക്. ഓക്കെ, ഗീതു മോഹൻദാസിന്റെ ടോക്സിക്, അതിന് അപ്ഡേറ്റ് ടീസർ നമുക്ക് ആദ്യം ടീസർ കാണാം. ഓക്കെ, കാണാം. ഹിന്ദിക്കാരില്ലേ നമുക്ക്? ഹോളിവുഡ് സ്റ്റൈലാണല്ലോ. ആരെങ്കിലും ഉണ്ടോ? നമ്മളുടെ ട്രെയിലർ മാറിപ്പോയിട്ടൊന്നുമില്ലാതെ. നമ്മൾ ചാർലിനെ കണ്ടില്ലേ ഇങ്ങനെ അവിടെ വെച്ച് വരുന്നത്? മുടിവെട്ടിക്കാനാണല്ലോ വെച്ചേക്കുന്നത്. അത് താഴ്ന്നുണ്ടെങ്കിൽ ബോംബ് കിട്ടും. ഗീതു മോഹൻദാസിന്റെ പടം തന്നെയല്ലേ? ചെറുതായിട്ടല്ല, ഷോക്ക് മാറ്റി കിട്ടാം. കളിയില്ല, പക്ഷേ ഗീതു മോഹൻദാസ് അത് വെറൈറ്റി. വൈബ് അല്ലേ? ഒന്നുമില്ല, അതിനേക്കാളും നന്നായിരിക്കും. മാർച്ചില് എങ്ങനെയുണ്ടായിരുന്നു ടീച്ചർ? ഗീതു മോഹൻദാസിന്റെ ഫ്രണ്ട്സ് എന്ത് വിചാരിക്കും അതെനിക്കറിയില്ല. പക്ഷെ ഗീതു മോഹൻദാസ് ഇപ്പൊ എയറിലാണെന്നറിയാം. എന്തിനാ എയറിലാവുന്നേ? ഗീതു മോഹൻദാസ് ഒരു സിനിമയ്ക്ക് വേണ്ടത് എന്റർടൈൻമെന്റ് ആണ്. പ്രേക്ഷകർ എന്ത് വിചാരിക്കുന്നു, എന്ത് ആവശ്യപ്പെടുന്നു, അതാണ് കൊടുക്കേണ്ടത്. പക്ഷെ ഈ ഗീതു മോഹൻദാസ് ആരാണ്? നമ്മളെ മമ്മൂക്കയുടെ കസബേനെ കുറിച്ച് അവൾ എന്ത് അഭിപ്രായമാണ് പറഞ്ഞത്? അതും ഇതും തമ്മിൽ ഒരേ ജെൻസിൽ പെടുന്ന സംഭവങ്ങളാണ്. ടൈറ്റിലിൽ എഴുതിയിട്ടുണ്ടല്ലോ, ഫെയറി ടെയിൽ ഫോർ ഗ്രോൺ അപ്സ്. അത് കസബയിലും മമ്മൂട്ടിയുടെ ക്യാരക്ടർ ഫസ്റ്റ് തന്നെ കാണിക്കുന്നുണ്ടല്ലോ പുള്ളിക്കാരൻ എങ്ങനെയാണെന്നുള്ളത്. അത് അറിഞ്ഞുകൊണ്ടും പിന്നെ ഗ്ലോറിഫിക്കേഷൻ പറ്റില്ല എന്നല്ലേ പറഞ്ഞത്. ഇതിൽ ഗ്ലോറിഫൈ ചെയ്യുന്നോ ഇല്ലയോ എന്ന് പറയാൻ പറ്റില്ല, സിനിമ കണ്ടാലേ. ഇതിൽ ഗ്ലോറിഫൈ ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ ഈ ടീസറില് എന്തായാലും ആ പെണ്ണിനെ ഒരു പ്രോപ്പർട്ടി ആയിട്ടാണ് ഇതാക്കിയിരിക്കുന്നത്. അപ്പോ അതില് ആൾക്കാർ പറയുന്നതിൽ തെറ്റൊന്നുമില്ല. ഈ നിതിൻ രഞ്ജി പണിക്കർ നന്നായിട്ട് കൊട്ടിയിട്ടുണ്ട് ഗീതുന്. ഗീതു തിരിച്ചെന്തോ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ട്രെയിലർ ഇഷ്ടായി. ഇതാണ് പ്രേക്ഷകർ ആവശ്യമുള്ള സാധനമാണ്. ഇവര് ഡബിൾ സ്റ്റാൻഡേർഡ് 2 തോണി കാല് വെക്കലൊക്കെ അവരെ. പക്ഷെ ആസ് എ ഫിലിം എനിക്ക് ടീച്ചർ ഇഷ്ടമായി, കാണാൻ തോന്നുന്നുണ്ട്. പിന്നെ നമ്മളെ എന്തായാലും ഉണ്ടല്ലോ, എന്താ ലുക്കില് ഫസ്റ്റ് ലുക്ക്. ശ്രീലീല ഒന്നുമില്ല, മറ്റേ രുക്മിണിയാണ്. ഹിമകുരേഷുണ്ട്, കൈറയുണ്ട്. പക്ഷെ നയൻതാരയുടെ ഒരു ബില്ല ലുക്ക് ഉണ്ട്, ബില്ലാലെ വരുന്ന ലുക്ക്. എനിക്കത്
അത് കാണാൻ ഞാൻ വെയിറ്റിംഗ് ആണ്. എന്താണ് നയൻതാരയ്ക്ക് കിട്ടിയിട്ടുണ്ടാവുക? ഗീതമായതുകൊണ്ട് സ്ത്രീ കഥാപാത്രങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നുണ്ടാവും. ഇനി നമുക്ക് അടുത്ത അപ്ഡേറ്റ്സ് വരുന്നത് നമ്മുടെ സമന്ത, ക്യൂട്ട് ഗേളില്ലേ സമന്ത, വീണ്ടും ഒരു പടമായിട്ട് വന്നിട്ടുണ്ട്. എന്താ അതിന്റെ പേര്? എന്താ మా ఇంటి బంగారం. ఓకే ఓకే. ఎట్లా ఇక్కడ వరకు వచ్చినాం కదా, ఉండిపోతాం. అత్తగారు వెళ్ళేది ఇంకోసారి ఆలోచించుకో. అందరూ ఎంతో మంచివాళ్ళలాగున్నారు. పావం నాకు చూస్తా అంటే ఎప్పటి నుంచో తెలిసినట్లుంది. నువ్వు చూస్తా ఉండు, వారం రోజుల్లో ఫుల్ గా కలిసిపోతాం అందరం. అంత ఫీల్ అవుతూ ఇప్పుడు ఉండొచ్చు ఫుల్ ఎంక్వైరీ కమిషన్. ఏంది ఫుల్ తట్టు. ఏమిటో వాడు కూడా లక్షణమైన అమ్మాయిని చూద్దాం అనుకున్నాను. మన రాత వీడు ఎలా ఉంటున్నాడో സമന്ത തന്നെയാണോ? వీళ్ళకి అభినయించట్లేదు. ఎక్కడి నుంచి పట్టుకొచ్చాడు ఈ పిల్లని. ഇതെനിക്ക് മറ്റേ കമലാസിന്റെ ഫിലിമിലെ മറ്റേ പെണ്ണില്ലേ ഏജന്റ്, അതേപോലെ എനിക്ക് തോന്നുന്നു. మా ఇంటి బంగారం ലേഡീസ് ആണല്ലോ. ലേഡീസ് ഒന്നുമില്ല, അവർ മാത്രമല്ല, ബാക്കിയൊക്കെ വില്ലന്മാരാണ്. അല്ല, സ്ത്രീകൾ മാത്രമാണ് കൂടുതലുള്ളത്. അത് സ്ത്രീ ആണോ ഡയറക്ഷൻ? మంచి కోడలు ఎలా ఉండాలో వదిని చూసి నేర్చుకో. കൊള്ളാല്ലേ ട്രെയിലറ്? ക്യൂട്ട് ഗേൾ എന്ന് പറഞ്ഞ് തുടങ്ങി നമ്മളിപ്പം. ഇപ്പൊ മറ്റേ രശ്മിക എല്ലാരും ഇപ്പൊ ആക്ടിങ് ഓറിയന്റഡ് റോൾസ് ആണ്. അനുഷ്കയൊക്കെ ഈ അടുത്ത് ഇങ്ങനെ ഒരു സിനിമ വന്നിട്ടില്ലായിരുന്നു, അനുഷ്കയുടെ ഒരു വാളൊക്കെ പിടിച്ചിട്ട്, വാളോ കത്തിയോ, പക്ഷെ അത് വിജയിച്ചില്ല. ഇതെനിക്ക് തോന്നുന്നു സെറ്റപ്പ് ആവുന്നു. ആ ബസ്സിലെ ഫൈറ്റ് കിട്ടുമായിരുന്നു അല്ലേ, അതും സാരി ഇട്ടിട്ട്, പുളി സാരി ഇട്ടിട്ടാണ് ഫൈറ്റ് സെറ്റ് ആവണമെന്ന് വിചാരിക്കാം. സമന്ത ഓൺ ട്രാക്ക് അല്ല. ഇനി ബാക്കി അപ്ഡേറ്റ്സ് എന്തൊക്കെയാണ്? ഈ ജനനായകന് റിലീസ് പിന്നെയും നീട്ടിയിരിക്കുകയാണ്. അതുവരെ കോടതി അപ്രൂവൽ കൊടുത്തിട്ടില്ല, സെൻസർ ബോർഡ് സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടില്ല. ആദ്യം കൊടുത്തു, പിന്നെ വീണ്ടും തടഞ്ഞു. ഇപ്പം അതാ വീണ്ടും 21 അടുത്തത് ഹിയറിങ്. സോ അത് കഴിഞ്ഞിട്ടേ ഇനി അപ്ഡേറ്റ്സ് വരുള്ളൂ. എന്താ അല്ലേ, ഒരു സിനിമയ്ക്ക് സെൻസർ കിട്ടാൻ എത്ര കടമ്പകളാ. വിജയുടെ ലാസ്റ്റ് പടം അവർക്ക് അങ്ങനെ ഇറക്കിയാൽ മതി. അല്ല, വിജയുടെ ലാസ്റ്റ് പടല്ലേ, പറയാൻ പറ്റില്ല. ഇതും ഒരു PR സ്റ്റണ്ട് ആണെങ്കിലോ? PR സ്റ്റണ്ട് ഇത്രയ്ക്ക് പോവോ? റിലീസ് നീട്ടി വെക്കുന്ന രീതിയിൽ പോവോ? അത് എത്ര ലോസ് ആണ്, എത്ര ആൾക്കാർക്ക് എത്ര ലോസ് ആണ് പറയാൻ പറ്റില്ല. പിന്നെ മാത്രമല്ല, ഇതൊരു തെലുങ്ക് പടത്തിന്റെ റീമേക്ക് ആണെന്ന് പറയുന്നു. അതിന് റിലീസ് പ്രശ്നമില്ലായിരുന്നു. പിന്നെ ഇത് റിലീസ് പ്രശ്നം ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഇതിലൊരു പൊളിറ്റിക്സ് ഉണ്ട് എന്നാണ് തോന്നുന്നത്. ഇതുവരെ അത് കാണാൻ ഒരു താല്പര്യമില്ലായിരുന്നു. കാരണം ഒരു പെങ്ങളേട്ടൻ, അച്ഛൻ മകൻ, അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. മകളല്ലേ? ആ, അത് ഞാൻ കണ്ടില്ല. തെലുങ്ക് അനീത്തിയാണോ മകളാണോ എന്ന് ഉറപ്പില്ല, അഡോപ്റ്റഡ് മകൾ അറിയില്ല. പക്ഷെ ഇപ്പൊ കാണാൻ ഒരു ഇതുണ്ട്. അപ്പൊ അതാണ് അവരുടെ PR സ്റ്റണ്ട് എന്ന് വെച്ചാലോ. പുതിയ സൂര്യയുടെ വെച്ച് സുധു കങ്കാര ഒരു പടം ചെയ്തില്ലേ, എന്നാ സൂര്യ പൊട്ട്, പുള്ളിക്കാരത്തിയുടെ അടുത്ത പടം റിലീസ് ആയിട്ടുണ്ട്, മറ്റേ പരാശക്തി. ശിവകാർത്തികനും ജയദേവി, നമ്മളെ സൂര്യയും ദുൽഖറും കൂടെ ചെയ്യാൻ വെച്ച പടമാണ്. എങ്ങനെ ഉണ്ടാവോ? സൂര്യക്കും ദുൽഖറിനും നഷ്ടമായിരിക്കോ അതോ തഗ് ലൈഫിൽ ദുൽഖർ നൈസായിട്ട് രക്ഷപ്പെട്ടു എന്ന് പറയുന്ന പോലെ ഏതെങ്കിലും രക്ഷപ്പെട്ടു കാണോ? അറിയില്ല. റിവ്യൂസ് ഒന്നും ഞാൻ കണ്ടില്ല. ഇനിയിപ്പോ സിനിമ കാണണം. ജയൻ രവി ഉണ്ടല്ലോ. ജയൻ രവിയും തകർക്കുണ്ടാവും. ശിവകാർത്തികേയൻ ഇത്ര ശിവകാർത്തികന് പത്ര ഈ സീരിയസ് റോള് പറ്റുമെന്നുള്ളതാണ്. അതൊക്കെ പറ്റും, പക്ഷേ ഞാൻ നമ്മുടെ ജയൻ രവിനെയാണ് കാണാനായിട്ടാണ് എക്സൈറ്റഡ്. ഓക്കെ. പിന്നെ തെലുങ്കിലും അപ്ഡേറ്റ്സ് ഉണ്ട്. നമ്മുടെ രാജസായി പ്രഭാസ്, ബാഹുബലി പ്രഭാസിന്റെ പടം ഇറങ്ങിയിട്ടുണ്ട്. പക്ഷെ ഭയങ്കര മോശം റിവ്യൂസ് ആണ് ഫുള്ള്. പ്രഭാസിന്റെ ഏത് സിനിമയാണ് പിന്നെ ബാഹുബലിക്ക് ശേഷം സലാറ്,
പിന്നെ ഇതോ എന്താ രാമനായിട്ടൊരു സിനിമയിലായിരുന്നു അത്. പിന്നെ പൂജാ ഹെഗ്ഡെയുടെ കൂടെ ഒരു സിനിമയിലായിരുന്നു. അയ്യോ ആദിപുരുഷി. പൂജാ ഹെഗ്ഡെയുടെ കൂടെ ഒരു സിനിമയില്ല അത്. ഓ സലാറാണ് പിന്നെയും മെച്ചം. പിന്നെ കൽക്കി അതൊക്കെ മൾട്ടി സ്റ്റാർ ആയതുകൊണ്ടാണ്. അമിതാഭ് ബച്ചന്റെ സിനിമയാണത്. ഇങ്ങനെ എന്ത് പറ്റിയാവോ? ബാഹുബലിയൊക്കെ ചെയ്ത ആളല്ലേ. അതേപോലെ ഇനിയിപ്പം തമിഴിലും ആയി, തെലുങ്കിലായി, കന്നഡയിലായി. നമ്മൾ മലയാളത്തിൽ മാത്രമാണ് ഇപ്പോൾ ഒരു അപ്ഡേറ്റ്സ് വരാത്തത്. വർഷം തുടങ്ങി ഇപ്പോൾ 10-12 ദിവസമായി, ഇതുവരെ ഒരു അപ്ഡേറ്റ്സും വന്നില്ല, ഒരു റിലീസും വന്നതായിട്ട് എൻ്റെ അറിവിലില്ല. ഇപ്പൊ ധ്യാനിട്ടാൻ വന്ന് നൈസായിട്ട് പടം ഇറക്കി പോകുന്നുണ്ടോന്ന് അറിയില്ല. അവന്റെ പടം അങ്ങനെയല്ലേ, വരും പോലും നമ്മൾ അറിയില്ലല്ലോ. ഇതിന് സർവമായ അതിനിടയിൽ കത്തിക്കേറുന്നുണ്ട്. വേറെ റിലീസൊന്നും ഇല്ലാത്തതുകൊണ്ട് സർവമായ 100 crore ക്ലബിലും കയറി ഇപ്പോഴും തിയേറ്ററിലുണ്ട്. അത് നിവിൻ പോളിന്റെ വമ്പൻ ഒരു കംബാക്ക് ആയിരുന്നു. അത് നൈസായിട്ടുണ്ട്. ഫീൽ ഗുഡ് മൂവി. എന്നാ വൈൻഡപ്പ് ചെയ്താലോ? അപ്പോൾ വൈൻഡപ്പ് ചെയ്യാം. എല്ലാവർക്കും ബൈ. അടുത്ത അപ്ഡേറ്റ്സുമായിട്ട് അടുത്ത വരാം. ബൈ.